ഇവൾ രാവിലെ കോമ്പറ്റീഷന് പോകാനായി ആ ഫയൽ നോക്കുമ്പോൾ അവൾ വരച്ച ഡിസൈൻ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കോമ്പറ്റീഷനിൽ ആദ്യം ആ ലേഡിയാണ് ഡ്രോൺ ഡിസൈനിന്റെ പ്രസന്റേഷൻ ചെയ്യാനായി വരുന്നത്. അവളുടെ പ്രസന്റേഷൻ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇത് താൻ വരച്ച ഡിസൈൻ ആണെന്ന്. അപ്പോൾ അവളാണ് തന്റെ ഡിസൈൻ മോഷ്ടിച്ചതെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ പ്രസന്റേഷനിൽ ജഡ്ജസ് അവളോട് എവിടെ നിന്നാണ് ഡ്രോൺ ഡിസൈൻ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി തപ്പിത്തടഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൾ സ്റ്റേജിൽ കയറി ഇത് ഞാൻ വരച്ച ഡിസൈൻ ആണെന്നും എൻ്റെ ഡിസൈൻ ഇവൾ മോഷ്ടിച്ചതാണെന്നും പറയുന്നു. അപ്പോൾ ആ ജഡ്ജസ് ആ ലേഡിയോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ഇവളോട് ചോദിക്കുകയും ശരിയായ എക്സ്പ്ലനേഷൻ എല്ലാം ഇവൾ നൽകുകയും കാഴ്ചക്കാർക്കെല്ലാം തന്നെ ബോധ്യമാവുകയും ചെയ്തു. അവളുടെ വർക്കെല്ലാം കണ്ടിഷ്ടമായി ജഡ്ജസ് എല്ലാം ഒത്തുചേർന്ന് അവളെ വിന്നറാക്കുന്നു. അതിന്റെ അസൂയയിൽ ആ ലേഡി ഇവളെ നാണം കെടുത്താൻ വേണ്ടി തന്റെ ഡിസൈനാണ് ഇവൾ മോഷ്ടിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ജഡ്ജസ് എന്നാൽ പിന്നെ വേറൊരു കണ്ടസ്റ്റന്റുമായി ഈ ലേഡിക്ക് കോമ്പറ്റീഷൻ വെക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ആ ജഡ്ജസ് അവളോട് നിനക്ക് എൻ്റെ സ്റ്റുഡൻ്റ് ആകാൻ പറ്റുമോ എന്നും ഡ്രോണിനെ കുറിച്ചെല്ലാം പഠിപ്പിച്ചു തരാമെന്നും പറയുകയാണ്. ഇത് കേട്ട് അവൾ സമ്മതിക്കുകയും ആർക്കും കിട്ടാത്ത ഒരു അവസരമാണ് നിനക്ക് കിട്ടിയതെന്നും പറഞ്ഞ് എല്ലാവരും അവളെ പ്രശംസിക്കുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.